ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ ഗുരുവചനം ദുരന്തമുഖങ്ങളിൽ അനർത്ഥമാകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം കണ്ടുവരുന്നത്. ദുരന്തമുഖങ്ങളിൽ നാം മനുഷ്യരാണ്, നാം കേരളീയരാണ്, നാം ഒന്നാണ് എന്ന എല്ലാ വൈജാത്യങ്ങളെയും മറന്ന് നാം ഏറ്റുപാടി. രണ്ടായിരത്തി 2018 മഹാപ്രളയവും 2019 മുതൽ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയും നിപ്പയും ഒക്കെ നമ്മുടെ ഒരുമയുടെ മുന്നിൽ തോറ്റുപോയി. ഒടുവിലിതാ സ്വപ്നം പോലെ സുന്ദരമായ വയനാടിൻ്റെ ഹരിതഹൃദയത്തോട് തന്നെ പ്രകൃതി ക്ഷോഭിച്ചിരിക്കുന്നു. ഒരു ജീവിതകാലം അത്രയും ഉറുമ്പിനെ പോലെ കൂട്ടിവെച്ചത് അത്രയും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാക്കി ആ ദുരന്തം. ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരുമായവർ മരണം കുത്തിയൊലിച്ചു വന്ന ഇരുട്ടിൽ അപ്രത്യക്ഷമാകുന്നു. ആരോട് നിലവിളിക്കാൻ, ആരോട് സഹായത്തിനായി അഭ്യർത്ഥിക്കാൻ, ആരോട് കലഹിക്കാൻ? മനുഷ്യ മനസ്സിനെ ആകെ ഇപ്പോഴും അലോസരപ്പെടുത്തുന്ന മൺമറഞ്ഞവരുടെ അവസാന ഫോൺ സന്ദേശങ്ങൾ. മരവിച്ച മനസ്സും ശരീരവുമായി ദുരന്തമെടുത്തെറിഞ്ഞ സുന്ദരഭൂമിയിൽ ജനിച്ചു വളർന്നുപോയി എന്ന ഭാരവും പേറി അവശേഷിപ്പുകൾക്കിടയിൽ ചിലർ. ഭാഷകൾക്കും ശബ്ദങ്ങൾക്കും വിവരിക്കാനാവാത്ത വേർപാടുകളുടെയും നഷ്ടങ്ങളുടെയും തീരാവേദന. കണ്ണീര് പറ്റിയ കണ്ണുകളുമായി മരണം പെയ്തവശേഷിച്ച മൺകൂനകൾക്ക് മുകളിൽ നിൽക്കുന്നവർ. കാണാമറയത്ത് പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ ഒരുപക്ഷെ ചേതനയേറ്റ് കിടപ്പുണ്ടാവും എന്ന് വിതുമ്പുന്ന കാഴ്ച. ഇതാണ് ഇന്നത്തെ വയനാട്ടിലെ ചൂരൽമലയും വെള്ളരിമലയും മുണ്ടക്കൈയും. രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ ദുരന്തമുഖത്ത് ലോകം കാണുന്ന ഒരു അതിശയകരമായ കാഴ്ചയുണ്ട്. ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ദുരന്തഭൂമിയിലെ പ്രവർത്തനങ്ങൾ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നിയോഗിച്ചു. രക്ഷാപ്രവർത്തനത്തിന് കയ്യും മെയ്യും മറന്നിറങ്ങിയ ആയിരക്കണക്കിന് മലയാളികൾക്കൊപ്പം അവരിൽ ഒരാളായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ, പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു എന്നിവർ ദുരന്തഭൂമിയിലെ കോടമഞ്ഞും കൊടിയ മഴയും അവഗണിച്ചുകൊണ്ട് ജീവൻ്റെ തുടിപ്പുകൾ പരതി രാവും പകലും ഒരുപോലെ രക്ഷാപ്രവർത്തകരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന നാളുകൾ. തീർത്താൽ തീരാത്ത വേദനയും ചുമന്ന് പിഞ്ചോമനകളെ നഷ്ടമായ അമ്മമാരുടെയും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെയും സ്വന്തം സഹോദരങ്ങളെയും പ്രിയമിത്രങ്ങളെയും നഷ്ടപ്പെട്ടവരുടെയും കണ്ണുനീരൊപ്പാൻ സർവവും നഷ്ടമായവർക്ക് ഭക്ഷണവും പാർപ്പിടവും ഒരുക്കാൻ നേതൃത്വം വഹിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ പ്രിയ മന്ത്രിമാർ. ഒരു ഭരണകൂടത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്നത് എപ്പോഴാണ്? ജനങ്ങളോടുള്ള ഈ ഭരണകൂടത്തിൻ്റെ കൂറ് അഥവാ ഒരു ജനായത്ത വ്യവസ്ഥിതിയിൽ ഒരു സർക്കാരിൻ്റെ മനോഭാവം എങ്ങനെയാണ് പരിശോധിക്കപ്പെടുന്നത്? ഇത്തരം പ്രതിസന്ധികളിൽ, ദുരന്തങ്ങളിൽ ജനങ്ങളെ എപ്രകാരം ചേർത്ത് നിർത്തുന്നു, എപ്രകാരം അവരോട് ചേർന്ന് നിൽക്കുന്നു എന്നത് തന്നെയാണ്. അതിലുപരി മനുഷ്യശേഷിക്ക് മറികടക്കാനാവാത്ത പ്രകൃതിക്ഷോഭങ്ങളുടെ മുഖത്ത് അവയെ നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും എപ്രകാരം നേതൃത്വം വഹിക്കുന്നു എന്നത് കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടു. ഇന്നലെ വരെ നാം കണ്ടിട്ടില്ലാത്ത ത്യാഗപൂർണമായ അതിജീവന പ്രക്രിയകളുടെ അതിശയകരമായ ഏകോപനമാണ് നാം വയനാട്ടിൽ കണ്ടത്. ഹൃദയമുള്ളവർക്ക് കണ്ണു നനയാതെ കാണാനാകാത്ത നോവ് നിറയ്ക്കുന്ന കാഴ്ചകൾക്ക് മധ്യേ മുഖ്യമന്ത്രി നിയോഗിച്ച മന്ത്രിമാർ, ജനപ്രതിനിധികൾ വിങ്ങിപ്പൊട്ടുന്ന നൊമ്പരം അടക്കിപ്പിടിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനൊപ്പം ദുരന്തബാധിതരെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി രക്ഷപ്പെടുത്തുന്ന കാഴ്ച. ഏതു മനുഷ്യനെയും കൊണ്ട് പറയിച്ചു ഇങ്ങനെയാവണം നമ്മുടെ സർക്കാർ, ഇങ്ങനെയാവണം നമ്മുടെ മന്ത്രിമാർ. ഇടയ്ക്കെപ്പോഴോ മന്ത്രി കെ രാജൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ കാഴ്ചകളും ശബ്ദങ്ങളും കോരി നിറച്ച നോവുകൾ, വേദനകൾ സംസ്കരിക്കപ്പെടണ്ടേ? മൃതമാവുന്ന മനുഷ്യർക്കൊപ്പം നാം എങ്ങനെയാണ് ഈ ഓർമ്മകളെ സംസ്കരിക്കുക? എവിടെ, ഏതു കുഴിമാടത്തിൽ നാം ഈ വേദനകളെ ഇറക്കി വയ്ക്കും?
ഇവിടെ നാം ഓർക്കണം, പരാതികൾക്ക് അതീതമായി ആയിരങ്ങൾ ഒത്തുചേർന്ന് വയനാടിന് ഭക്ഷണവും പാർപ്പിടവും ഒരുക്കുകയാണ്. മുറിവേറ്റ വയനാടിൻ്റെ മുറിവുണക്കുകയാണ്. അതിജീവനത്തിൻ്റെ പാതയിൽ നാം കണ്ടത് ശരവേഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ചികിത്സാ സൗകര്യം ഒരുക്കലും മൺമറഞ്ഞവരെ കണ്ടെത്തലും DNA പരിശോധനയിലൂടെ ഉറ്റവരെ നിർണ്ണയിക്കലും നഷ്ടമായ സർട്ടിഫിക്കറ്റുകളും രേഖകളും തയ്യാറാക്കി നൽകലും അതിവേഗം നാം പൂർത്തിയാക്കുന്നു. ഇവിടെ നാം സർക്കാരിനോട് ചേർന്ന് നിന്ന് വയനാടിന് മലയാളിക്ക് കരുത്തും കരുതലുമാവണം. കൂടെയുണ്ട് കേരളം എന്നും എന്ന് ഒരുമയോടെ, ഒരേ ശബ്ദത്തിൽ, ഒരേ വികാരത്തോടെ നമുക്ക് പറയാം.